ഹായ്, ഇന്നത്തെ വീഡിയോ ഒരു ഈസി എഗ് കറി റെസിപ്പി വീഡിയോ ആണ്. ഞാൻ പൊതുവേ മടിയുള്ള ദിവസങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റിനും അല്ലെങ്കിൽ ഡിന്നറിനൊക്കെ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ആദ്യം 3 മുട്ട ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് ഒരു 3 മീഡിയം സൈസ് സവാള അരിഞ്ഞെടുക്കണം. പിന്നെ വേണ്ടത് ഒരു വലിയ തക്കാളി അല്ലെങ്കിൽ 2 മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞത്. ഇനി ഒരു ഇഞ്ച് ഇഞ്ചി കഷ്ണം, 6-8 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഇത്രയും നന്നായിട്ട് ചതച്ചെടുക്കണം. പിന്നെ വേണ്ടത് സ്പൈസസ് ആണ്. ഞാനിവിടെ ഒരു 1/2 സ്പൂണും കുറച്ചും കൂടി ചെറിയ ജീരകം, ഒരു വലിയ ടീസ്പൂൺ പെരുംജീരകം, 2 ഏലക്കായ, 1 ഗ്രാമ്പു, 1-1.5 ടീസ്പൂണിൽ 1 ടേബിൾ സ്പൂൺ കുരുമുളക്. എരിവ് ആവശ്യം പോലെ എടുക്കാം. ഇത്രയും നന്നായിട്ട് കഴുകിയെടുത്തു. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. അതിനുശേഷം ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, അല്ലെങ്കിൽ ഇഷ്ടമുള്ള എണ്ണ എടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാറ്. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് നന്നായി പൊട്ടി കഴിയുമ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കുക. അത് ഒന്ന് വഴറ്റി നല്ലൊരു സ്മെല്ലൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തു. സവാള നന്നായിട്ട് ബ്രൗൺ കളറാവും. ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കണം. കൂടെ കുറച്ച് കറിവേപ്പില, ഒരു തണ്ട് കറിവേപ്പിലയും ചേർക്കാം. ഉള്ളി കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് തക്കാളി കുറച്ച് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. സവാള ചെറുതായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ആയി തുടങ്ങി, ഇത് കാരമലൈസ്ഡ് ആയി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ചതച്ച് വെച്ച ഈ സ്പൈസസ്, ജീരകം, ഏലക്കായ, കുരുമുളക്, ഗ്രാമ്പു, ഇതെല്ലാം ചേർത്ത് ഇളക്കിയെടുക്കാം. സ്പൈസസൊക്കെ ഒന്ന് മൂക്കുമ്പോഴത്തേക്കും നമുക്ക് പൊടികൾ, അതായത് ഒരു 1.5 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ, മല്ലിപ്പൊടി, 1-2 ടീസ്പൂൺ, ഞാനധികം ചില്ലി പൗഡർ ഇടാറില്ല. ഞാനൊരു 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കാറ്. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. പൊടികളും സ്പൈസസും എല്ലാം മൂത്ത് വരുമ്പോൾ നമുക്ക് തക്കാളി പേസ്റ്റ് കൂടി ചേർത്ത് വേവിക്കാം. തക്കാളി പേസ്റ്റ്
ചേർത്ത് കൊടുത്തു. കുറച്ചുകൂടി ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ഈ സ്റ്റേജിൽ ഒരു ടേബിൾ സ്പൂൺ വരെ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്യാറുണ്ട്. അത് ഇതിന് ടേസ്റ്റ് കുറച്ചുകൂടി ബെറ്റർ ആക്കും ഈ കറിക്ക്. 1 കപ്പ് വെള്ളം, നമുക്ക് എത്ര ഗ്രേവി വേണോ അതനുസരിച്ചാണ് ഞാനൊരു കപ്പ് വെള്ളം ചേർത്തു. ഈ കറി നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് പുഴുങ്ങിയ മുട്ട 2ആയി മുറിച്ചിട്ട് ആഡ് ചെയ്യാം. ലാസ്റ്റ് ചെറുതായി അരിഞ്ഞ മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറി റെഡിയായി. ഈ കറി പാലപ്പം, ചപ്പാത്തി, ചോറ് എന്തിൻ്റെ കൂടെയും നല്ല ടേസ്റ്റാണ്. ഞാൻ പാലപ്പമാണ് ഉണ്ടാക്കിയത്. എല്ലാവരും ഈ ഈസി എഗ് കറി റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.